നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പൈനാപ്പിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് നമുക്കതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. മൂന്ന് 4 മിനിറ്റ് ഈ പൈനാപ്പിൾ ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതൊരു പാത്രത്തിൽ മാറ്റി വെച്ചേക്കാം. ഇതേ പാനിൽ തന്നെ 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 സ്പൂൺ വെളുത്തുള്ളിയോളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള വാടി വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർക്കാം. ഞാൻ ചേർക്കുന്നത് 2 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് വേവിച്ച് വെച്ച ഗ്രീൻ പീസുമാണ്. നമ്മുടെ ഇഷ്ടം പോലെ ക്യാബേജോ ക്യാപ്സിക്കോ ഒക്കെ ചേർക്കുക ഇതിനകത്തിലേക്ക്. പച്ചക്കറികൾ ഒത്തിരി അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. നമ്മൾ ആ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പം അതൊന്ന് കടിക്കാൻ കിട്ടണം. ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുക. ഇതിനകത്തിലേക്ക് നമ്മൾ 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി അങ്ങ് വെന്ത് കൊഴിഞ്ഞു പോകാത്ത ചോറ് വേണം ഈ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ സോയ് സോസ് ചേർക്കാം. ഞാൻ ഡാർക്ക് സോയ് സോസ് ആണ് ചേർത്തേക്കുന്നത്. ഡാർക്ക് സോയ് സോസ് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3/4 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഈ ചോറൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.